ലളിതേ ഓ ഹോ, എന്റെ ലളിത ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. അതെന്താ ഇത്ര വലിയ സമാധാനം? ജോത്സ്യരുടെ അടുത്ത് പോയിട്ട് എന്തോ തടഞ്ഞ കോളുണ്ടല്ലോ. എടി ജോൾസിന് കവടി നിരത്തിയിട്ട് പറഞ്ഞത് ഉടനെ ഈ വീട്ടിൽ ഒരു മംഗളകാര്യം നടക്കുമെന്നാ. മംഗളകാര്യോ? എന്ത് കല്യാണം? ആരുടെ കല്യാണം? അയ്യോ എന്റെ അല്ല, സുമേഷിന്റെ കല്യാണം നടക്കുമെന്നാ പറഞ്ഞത്. അതിന് അവൻ ആര് പെണ്ണ് കൊടുക്കാനാ? തുടങ്ങി ഒരു നല്ല കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കും കയറി നെഗറ്റീവ് അടിച്ചോണം കേട്ടാ. എന്തൊരു സ്വഭാവം ഇത്? നെഗറ്റീവ് ഒന്നും അല്ലെന്നേ. ഈ നാട്ടിൽ നിന്ന് ആരെങ്കിലും അവന് പെണ്ണ് കൊടുക്കുവോ? എടി അവന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം? ഇതിനേക്കാളും എത്ര അലമ്പ് പയ്യന്മാര് പെണ്ണ് കിട്ടിയിട്ടില്ലേ? അത് ശരിയാ. പക്ഷെ എടുത്തോ പിടിച്ചോന്നും പറഞ്ഞ് നമുക്കൊരു കല്യാണം നടത്താൻ പറ്റുമോ? അതൊക്കെ നടക്കും. 3 മാസത്തിനുള്ളിൽ അവന്റെ കല്യാണം നടക്കണമെന്നാ ജോൾസിന് പ്രത്യേകം പറഞ്ഞത്. എടി ഇനി മുതൽ അവന് നല്ല സമയമാണെന്നാ. ലോട്ടറി എടുത്താ അപ്പ അടിച്ചിരിക്കും. ആ ജോത്സ്യരുടെ നാവ് പൊന്നാകട്ടെ. ആ സുമ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റായി കണ്ടാൽ മതിയായിരുന്നു. പക്ഷേ ഈ ജോൾസിന് പറയുന്നതും കേട്ടോണ്ട് നമ്മളിങ്ങനെ വെറുതെ അടുക്കളയിരുന്ന് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ പറ്റിയൊരു പെണ്ണിനെ കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അതല്ലേ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്. അവൻ ആര് പെണ്ണ് കൊടുക്കുമോ ഈ നാട്ടിൽ നിന്ന്? അതെ, നീ ഒന്ന് ആലോചിച്ചു, നിന്റെ കുടുംബത്തിൽ അവന് പറ്റിയ പെൺപിള്ളേർ വല്ലതും ഉണ്ടോന്ന്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാ മതി. നമ്മുടെ കിളിയുടെ കല്യാണം ആരാ നടത്തിയേ? ഈ ഞാൻ എന്റെ കുടുംബത്തിൽ നിന്ന്. ഇത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നടത്തിയാൽ മതി. അയ്യോ ഞാനത് ഓർത്തില്ല. ഇത്രയും അപകടമാവുമെന്ന് വിചാരിച്ചില്ല. വേണ്ട ഞാനേ എന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും പോയി ചേട്ടനുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. ചേട്ടനോടൊന്നും നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ അമ്മയോട് ചോദിക്കുക. അമ്മയ്ക്ക് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നന്നായിട്ട് അറിയാം. എന്നാ പിന്നെ അമ്മയോട് തന്നെ ആലോചിക്കാം. എന്തായാലും ജോൾസിന് പറഞ്ഞ സമയത്തുള്ളിൽ ഈ കല്യാണം നടത്തണം. പുള്ളി നമ്മുടെ കുടുംബത്തെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ചട്ടാ. സുമയുടെ കാര്യത്തിൽ അത് തന്നെ നടന്നാൽ മതിയായിരുന്നു അല്ലേ? ഒക്കെ ശരിയാവുന്നേ. നമുക്കേ അവന്റെ കല്യാണം ഗ്രാൻഡ് ആയിട്ട് നടത്തണം. ശരിയാ. എന്തായാലും ഒരു കട്ടൻ ചായയുടെ. അതെ അവിടെ ഞാൻ ചട്ടിക്കകത്ത് മീൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് കഴുകി വെക്കുവോ? മീനാ? എടി ഞാൻ ജോൾസിനെ കണ്ടിട്ട് വന്നതാ. ഇപ്പൊ ശരിയാവൂല. അത് മാത്രമല്ല, എനിക്ക് വേറെ ഒരുപാട് പണികളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സവാള നിറഞ്ഞ എന്റെ കണ്ണ് നീർ. സവാള നീ എന്നെ കരഞ്ഞോണ്ടാ മതി. അയ്യോടാ, ഒരു സഹായം ചെയ്യൂലേ മനുഷ്യൻ? ക്രീമല്ല, പൗഡർ ഇടിയാണ്. അതിപ്പോ കുഴമ്പ് രൂപത്തിലാ പറഞ്ഞത്. അല്ല, ഓം ക്രീം എന്ന് പറയാൻ തോന്നുന്നു. അത് നിനക്കൊരു കുട്ടിച്ചാത്ത ലുക്ക് ആണല്ലോ. ആണോ? ശരിക്കും കൊള്ളത്തില്ല. കൊള്ളാതെ സുന്ദരനല്ലേ? സുന്ദരൻ എവിടെ പോണ്? എവിടെ പോണ്? കുറച്ചേരം വെറുതെ ഇരിക്കണം, പിന്നെ കിടന്ന് ഉറങ്ങണം തന്നെ. നീ കല്യാണം കഴിക്കാൻ പോണെന്നാ കേട്ട്. ആര് പറഞ്ഞു? അല്ല, ഇവിടുത്തെ കിച്ചണിലും അലമാര ബാക്കിലൊക്കെ ഒരു ടോക്ക് കേട്ട്. ഞാൻ എന്ത് പാറ്റയോ കിച്ചണിലെ അലമാരി ഇന്ന് ടോക്ക് വെക്കാൻ? ഞാൻ ഉദ്ദേശിച്ചത് അപ്പച്ചിയും മാമനൊക്കെ നിന്നെ പറ്റി ഇങ്ങനെ പറയുന്നു. പറയട്ടെ. ഉടനെ കെട്ടാൻ പോണോ? ഉടനെ കെട്ടാൻ പോണോ? ഉടനെ കിട്ടുന്നില്ല. ഞാൻ ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കും. നീ കെട്ടിയാൽ നീ രക്ഷപ്പെടാനൊന്നുമില്ല. നീ ഞാൻ നിന്റെ അളിയനല്ലേ? നീ അതുകൊണ്ടല്ലേ നീ കെട്ടല്ലെന്ന് പറഞ്ഞത്. അപ്പൊ അളിയൻ കിട്ടിയതോ? അതിൽ ഞാൻ അതിയായ ദുഃഖവും നിരാശയും രേഖപ്പെടുത്തുന്നു. എന്തിനാടാ ഇങ്ങനെ അണയ്ക്കാൻ വേണ്ടി കയറി വന്നത്? സത്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അണയ്ക്കാൻ വന്നല്ലടാ. നിനക്ക് നീ കെട്ട് എനിക്ക് വയ്യാവേലിയാണ്ടാ. അതല്ലേ വയ്യാവേലിയാണോ? അപ്പൊ അളിയൻ കെട്ടിയ മുള്ളുവിലായിരിക്കും വയ്യാവേലിയാണെങ്കിൽ. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. നീ കെട്ടിയ നിന്റെ മാത്രം ജീവിതമാണോ? നീ ഒരു പെണ്ണിന്റെ ജീവിതം നീ നശിപ്പിക്കല്ലേ? നീ ഞാൻ കെട്ടിക്കൊണ്ടിരുന്ന പെൺകൊച്ചിന്റെ ജീവിതം നശിപ്പിക്കാൻ നടക്കുവാന്നോ? പിന്നെ അല്ലാതെ അത് നിർത്താനത് പക്വതയില്ലാത്ത നീ കെട്ടി. പിന്നെ അപ്പൊ ഉണ്ണിമയുടെ കല്യാണം ഉണ്ടെന്ന് അളിയില്ലേ എനിക്ക്? അത് പിന്നെ ആ പെണ്ണിനും ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അത് കൊള്ളാം. അപ്പൊ പ്രശ്നമുള്ളവരൊക്കെ എനിക്ക് കല്യാണം കഴിക്കാം, വേറെ ആരും കല്യാണം കഴിച്ചൂടാ. അതല്ലടാ ഞാൻ പറഞ്ഞത് മനസ്സിലായ? മനസ്സിലായി. സംഭവം അതിനുള്ള നീ ചുമ്മാ ചിരിച്ചു കളി നടക്കാൻ നോക്കണം. എന്റെ കല്യാണക്കാരൻ ഞാൻ തീരുമാനിച്ചോളാം. എന്റെ കല്യാണക്കാരൻ ഞാൻ തീരുമാനിച്ചോളാം. എന്റെ പറയാൻ പറ്റും. ഈ വീട്ടിലെ ഒരേ ഒരു മരുമോൾ നിലയ്ക്ക് നിന്റെ അളിയൻ നിലയ്ക്ക് നീ എന്റെ സ്മോൾ അളിയനല്ലേ? നീ നിന്റെ കാര്യത്തിൽ ഇടപെടണ്ടേ? അവൻ സമ്മതിച്ചു സ്മാൾ അളിയനാ ബിഗ് അളിയനാന്നൊക്കെ. എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. എനിക്ക് എന്റെ കാര്യം തീരുമാനിക്കാൻ മാറിയില്ല അങ്ങോട്ട്. അല്ല, എനിക്ക് 2-3 പോയിന്റ് കൂടെ പറയാനുണ്ട്. പോയിട്ട് വരണ്ട, പോയിട്ട് വായിട്ടുള്ളൂ. അങ്ങനെ അല്ലെന്ന് സംസാരിക്കുന്നത് പോവല്ലേ?